നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ മുരളീധരന് ഗുരുവായൂർ സീറ്റ് നൽകാൻ മുസ്ലിം ലീഗ് നേതൃത്വം സമ്മതിച്ചതായി സൂചന. UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമായി നടന്ന അനൗപചാരിക ചർച്ചയ്ക്ക് ശേഷമാണ് മുസ്ലിം ലീഗിൻ്റെ കയ്യിലിരിക്കുന്ന ഗുരുവായൂർ നിയമസഭാ മണ്ഡലം കെ മുരളീധരന് മത്സരിക്കാനായി വിട്ടു നൽകാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന് ഭൂരിപക്ഷം കിട്ടിയ ഏക നിയോജക മണ്ഡലം ഗുരുവായൂരായിരുന്നു. ബാക്കിയുള്ള 6 നിയോജക മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കായിരുന്നു മുൻതൂക്കം. എന്നാൽ ഗുരുവായൂർ നിയോജക മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരന് ഒപ്പം നിന്നു. കെ മുരളീധരനെ കൈവിടാനാകില്ലെന്നും അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞതോടെയാണ് ഗുരുവായൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ കെ മുരളീധരൻ മുന്നോട്ട് വരട്ടെ എന്ന് ലീഗ് ആവശ്യപ്പെട്ടത്, അതല്ലെങ്കിൽ ലീഗ് അതിന് സമ്മതിച്ചത്. ഗുരുവായൂരിൽ കെ മുരളീധരൻ നിൽക്കുകയാണെങ്കിൽ ആ സീറ്റ് കോൺഗ്രസിന് കൊടുക്കാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ലെന്ന് ലീഗ് നേതൃത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ സീറ്റിൽ കെ മുരളീധരൻ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. കെ മുരളീധരൻ മത്സരിച്ചില്ലെങ്കിൽ അവിടെ വീണ്ടും CPM ജയിക്കും. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് പിടിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ ഒന്നാണ് ഗുരുവായൂർ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം കെ മുരളീധരൻ നിന്നാൽ ഗുരുവായൂരിൽ ജയിച്ചു കയറാം. അതല്ല എങ്കിൽ ആ സീറ്റ് ലീഗിന് കൊടുക്കുകയാണെങ്കിൽ CPM സ്ഥാനാർത്ഥി വീണ്ടും ജയിക്കും. കാരണം ഗുരുവായൂരിലെ ഭൂരിപക്ഷ വോട്ടുകൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും പോൾ ചെയ്യുകയില്ല, അത് CPM സ്ഥാനാർത്ഥിക്ക് പോകും. അതോടൊപ്പം തന്നെ ചില മുസ്ലിം വോട്ടുകളും BJP വിരുദ്ധ കോൺഗ്രസ് വിരുദ്ധ മുസ്ലിം വോട്ടുകളും ലീഗ് സ്ഥാനാർത്ഥി നിന്നാൽ CPM സ്ഥാനാർത്ഥിക്ക് പോകും. എന്നാൽ കെ മുരളീധരൻ നിന്നാൽ ഹൈന്ദവ ഭൂരിപക്ഷത്തിലെ വോട്ടുകളും അതിൽ തന്നെയുള്ള സവർണ വിഭാഗങ്ങളുടെ വോട്ടുകളും അതോടൊപ്പം മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകളും സമാഹരിക്കാൻ കഴിയുമെന്നും അതോടുകൂടി കെ മുരളീധരന് ഗുരുവായൂരിൽ നിന്ന് ജയിച്ചു കയറാൻ കഴിയുമെന്നുമാണ് ഇപ്പോൾ UDFും കോൺഗ്രസും ലീഗും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഗുരുവായൂർ സീറ്റ് കെ മുരളീധരൻ നൽകാൻ UDF ഘടകകക്ഷികളാകെ തത്വത്തിൽ തീരുമാനിച്ചു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചിരുന്നു. ഗുരുവായൂർ സീറ്റില്ലെങ്കിൽ മലബാറിലെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ നിർത്തി കെ മുരളീധരനെ മത്സരിപ്പിച്ച് വിജയിച്ച് നിയമസഭയിൽ എത്തിക്കുമെന്നുള്ള വാശി മുസ്ലിം ലീഗിന് നന്നായുണ്ട്. കാരണം നേമം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ വിജയിക്കാതിരുന്നത് കെ മുരളീധരൻ അവിടെ മത്സരിച്ചത് കൊണ്ട് മാത്രമാണെന്ന് ലീഗിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭയിൽ BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്നതും. അതുപോലെ കെ മുരളീധരൻ്റെ പെർഫോമൻസ് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് BJPക്കെതിരെ നിൽക്കുന്ന കാര്യത്തിൽ കെ മുരളീധരൻ കാണിക്കുന്ന ധൈര്യവും പ്രത്യയശാസ്ത്ര അവബോധവും ലീഗിന് നന്നേ ബോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കെ മുരളീധരന് ഗുരുവായൂർ സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കണമെന്ന ഉറച്ച വാശിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. കോൺഗ്രസിൽ മികച്ച BJP വിരുദ്ധ പ്രതിച്ഛായയുള്ള നേതാവ് കെ മുരളീധരൻ മാത്രമാണെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് കെ മുരളീധരനെ ഗുരുവായൂരിൽ നിന്നും മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാനും UDF ഭരണം വരികയാണെങ്കിൽ മന്ത്രിയാക്കാനും ലീഗ് ചരട് വലിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലം ലീഗ് മുരളീധരന് വേണ്ടി നൽകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു.